ഇപ്പം നമ്മൾ എഴുതി കാണിക്കും സ്മോക്കിംഗ് ആണെങ്കിൽ അത് ഇഞ്ചുറീസ് ആണെന്ന് എഴുതി കാണിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഹീറോസ് എന്ത് കാണിക്കുന്നത് എപ്പോഴും അവർ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. ഹീറോസ് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരൻസ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടികളത് ചെയ്യാം. എൻ്റെ അച്ഛൻ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? ആ രീതിയില്ല. അത് ഡെഫിനറ്റ്ലി അത് അവരുടെ ക്യാരക്ടറിലേക്ക് വരും. നമുക്ക് അവരുടെ ഏതെങ്കിലും അങ്കിൾമാരോ ആരെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുട്ടികൾ അനുകരിക്കും. അപ്പം ആസ് ഫാർ ആസ് പോസിബിൾ ഇത് കൊച്ചുങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത് ചെറുപ്പം മുതലേ അത് പറഞ്ഞു തന്നെ വേണം നമ്മൾ അത് വളർത്തി കൊണ്ടുവരാനായിട്ട്. പിന്നെ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഹ്യൂജ് ബിസിനസ്സാണ്, ഒരു ഹ്യൂജ് ബിസിനസ്സാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം ടാർഗറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏർലി ടീനേജാണ്. അതൊരു 10, 11, 12, 13 വയസ്സുള്ള കുട്ടികളെയാണ്. അവർക്കും അറിയത്തില്ല. അപ്പോൾ അവർ അപ്പം ഈ ഡ്രഗ് മാഫിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡ്രഗ് പെഡ്ലേഴ്സൊക്കെ യൂഷ്വലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിനെ വളരെ സ്വീറ്റ് മോഡൽ അല്ലെങ്കിൽ മുട്ടായുടെ രൂപത്തിൽ അവരെ കൊടുത്ത് അവരെ അഡിക്റ്റഡ് ആക്കാൻ ശ്രമിക്കും. ഈ ബേസിക്കലി വളരെ മെൻ്റൽ ഡിപ്രസ്ഡ് ആയിരിക്കും കുട്ടികൾ, അല്ലെങ്കിൽ വളരെ ലോണ കുട്ടികൾ, ആരോടും മിണ്ടാത്ത കുട്ടികൾ. അവർക്ക് മനസ്സിലാകാൻ പറ്റും ഈ പെഡ്ലേഴ്സിന് എപ്പോഴും എങ്ങനത്തെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നല്ല പേരൻ്റൽ ലവും കെയറും കൊടുത്ത് വളരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നല്ല ഗൈഡൻസും നല്ല മിടുക്കരായ കുട്ടികൾ യൂഷ്വലി ഇതിലൊന്നും പെടത്തില്ല. പക്ഷെ വളരെ ലോണർ ഒന്നിലും ഇൻവോൾവ് ആവാത്ത കുട്ടികളൊക്കെ യൂഷ്വലി ഇതിലൊക്കെ പെട്ടെന്ന് പെടാൻ സാധ്യതയുണ്ട്. കാരണം അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഭയങ്കരമായിട്ട് അഫെക്ഷനൊക്കെ അല്ലെങ്കിൽ കെയറിങ് ആകുമ്പോൾ അവർ അതിലേക്ക് പോകും. അപ്പോൾ അവർ കൊടുക്കുന്ന മുട്ടായികളൊക്കെ കൊടുക്കുന്നു. അതിൽ കുറച്ച് കഴിയുമ്പോൾ ആ മുട്ടായി ഇഷ്ടപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഫ്യൂ ഡേയ്സ് അത് കൊടുത്ത് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അത് ചോദിക്കുമ്പോഴേക്കും പറയും അയ്യോ അതിന് തരാൻ പറ്റില്ല, അതിൻ്റെ ഫൈനാൻസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ചോദിക്കുന്നു. കൊച്ചു അവസാനം അത് ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോങ് തിങ്, ഒന്നെങ്കിൽ പേരൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലും നെഗറ്റീവ് പോകുന്നു, അവർ ഡ്രഗ് അഡിക്റ്റ് ആവുന്നു, അങ്ങനെ രീതിയിൽ. അപ്പോൾ അത് ബേസിക്കലി ഒരുപാട് ഡ്രഗ് പെഡ്ലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഈ ഡ്രഗ് പെഡ്ലേഴ്സിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും അവർ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പോലീസും ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്ത കാലത്തായിട്ട് ഇത് വളരെയധികം കൂടിയിട്ടുമുണ്ട് ഈ ഡ്രഗ് പെഡ്ലേഴ്സ്. അപ്പോൾ അത് ഒരുപാട് യങ്സ്റ്റേഴ്സ് അതിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് അവരുടെ ലൈഫ് പല കുട്ടികളും നശിച്ച്, അവരുടെ കുടുംബം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഈ വയലൻറ്റ് ബിഹേവിയറും കാരണം പേരൻസിന് ഒരു കൺട്രോളും കിട്ടുന്നില്ല, ടീച്ചേഴ്സിന് ഒരു കൺട്രോൾ കിട്ടുന്നില്ല. ഏതെങ്കിലും രീതിയിലൊന്ന് റിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ പല മടങ്ങെത്തിയാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ ശരിക്കും അത് ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഒരു വലിയൊരു വീഴ്ച തന്നെ ഉണ്ട്, അതിന് സംശയമില്ല. അത് വളരെ തുടക്കത്തിലേ അത് കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ കൺട്രോൾ ചെയ്യാത്തോളം കാലം ഇതിങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വരും. ഒരു ലെവൽ എത്തിയിട്ട് പിന്നെ കിടന്ന് ഇതിനെ ഫൈറ്റ് ചെയ്തൊരു കാര്യമില്ല. കാരണം ഓൾറെഡി പല കുട്ടികളും ഇതിലേക്ക് അഡിക്റ്റഡായിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പല കുട്ടികളും എത്തിക്കാണും, മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും ഇത് വളരെ ഇനീഷ്യൽ സ്റ്റേജ് തന്നെ മുൻകൂട്ടി കണ്ട് നമ്മളതിനെ തടയണം.